അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുക, വാർത്തകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക എന്നിവ ഭീരുക്കളായ ഭരണാധികാരികളുടെ മുഖമുദ്രയാണ്. ചരിത്രാതീത കാലം മുതൽ അത്തരം ഭരണാധികാരികളെ നമുക്ക് കണ്ടെടുക്കാനാകും. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് പല വിധത്തിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ വേളയിലും തുടർന്നും അതിനുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ടായി. പ്രക്ഷോഭകരായ വിദ്യാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയും അവർക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമായില്ല. കൗമാരപ്രായക്കാരെന്നോ പെൺകുട്ടികളെന്നോ പരിഗണനയില്ലാതെയാണ് സംഘപരിവാർ ഹാൻഡിലുകളുടെ വേട്ടയ്ക്ക് ഇരയായത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ചില പോസ്റ്റുകൾ പങ്കുവച്ചതിനും യാദൃച്ഛികമായി മോഡിയുടെ റീൽ നീക്കം ചെയ്തതിനും മെറ്റാ മേധാവിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. അഭിപ്രായ സ്വാതന്ത്ര്യ വിലക്കിന്റെ 100 ഉദാഹരണങ്ങളും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ട്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തുമ്പോൾ ആശയപരമായി വിഭിന്നമെന്ന് അവകാശപ്പെടുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായ UDF സർക്കാരും എല്ലാ കാര്യത്തിലും എന്നതുപോലെ ഈ വിഷയത്തിലും മോഡിയുടെ പാത പിന്തുടരുന്നുവെന്നാണ് ഓരോ ദിവസത്തെയും സമീപനങ്ങൾ തെളിയിക്കുന്നത്. അധികാരമേറ്റതിനു ശേഷം ഇതുവരെയായി 1 ഡസനിലധികം പേർക്കെതിരെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ വിമർശിച്ചുവെന്ന പേരിൽ വിവിധ നടപടികൾക്ക് വിധേയമാക്കി. പല നടപടികളുടെയും രീതി കേന്ദ്ര സർക്കാരിന്റേതിനു സമാനമാണെന്നതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത. BJPക്കാരോ അവരുമായി ബന്ധമുള്ളവരോ നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാറുള്ളത്. ഇവിടെ കോൺഗ്രസുകാരോ അവരുമായി ബന്ധമുള്ളവരോ വെള്ളക്കടലാസിൽ പരാതി നൽകിയാൽ അത് കേസും നടപടിക്കുള്ള കാരണവുമാകുന്നു. VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ് ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുൻപ് ആദ്യ നടപടിയുണ്ടായി. അത് KSRTC ഡ്രൈവർക്കെതിരെയായിരുന്നു. കേരള സിവിൽ സർവീസ് ചട്ടങ്ങളിലെ വകുപ്പ് 10 പ്രകാരമായിരുന്നു നടപടി. ഏറ്റവും ഒടുവിലുണ്ടായ നടപടിക്ക് കാരണമായ പരാതി നൽകിയത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കെതിരായ നടപടികൾക്ക് സർവീസ് ചട്ടങ്ങളെയാണ് മറയാക്കിയതെങ്കിൽ മൊത്തത്തിലുള്ള വിലക്കിന് കേന്ദ്ര IT നിയമത്തെയാണ് ഉപയോഗിക്കുന്നതെന്ന വ്യത്യാസം മാത്രം. രണ്ടായാലും BJP സർക്കാരിന്റെ സമീപനങ്ങളോട് വല്ലാത്ത സാമ്യതയുണ്ട്. കേന്ദ്ര IT നിയമം എന്ന ഉമ്മാക്കി കാട്ടി മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്ക് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യിക്കുകയാണ്. സമൂഹ മാധ്യമ വേദികളിലൂടെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ദേശീയ നേതൃത്വം എതിർത്തിരുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ IT നയമെന്നതും ഇവിടെ ഓർക്കേണ്ടതാണ്. അതേ നിയമത്തിലെ സെൻസർഷിപ്പ് വ്യവസ്ഥകളാണ് കോൺഗ്രസ് നേതാവായ VD സതീശൻ സമൂഹ മാധ്യമ വിലക്കിന് ഉപാധിയാക്കുന്നതെന്ന വൈരുദ്ധ്യമുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശിച്ച് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളും നേതാക്കളുടെ പ്രസ്താവനകളുമടക്കം നീക്കം ചെയ്യിക്കുന്നു. നിയമവിരുദ്ധമായതോ പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്നതോ ആയ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകൾക്കോ പോലീസിനോ നിർദ്ദേശിക്കാമെന്ന IT നിയമത്തിലെ വ്യവസ്ഥ ഉപയോഗിച്ചാണ് ഈ അപ്രഖ്യാപിത വിലക്ക് നടപ്പിലാക്കുന്നത്. ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് തുടരണമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവന, വിഴിഞ്ഞത്ത് കാണാതായ ജോൺ മത്യാസിന്റെ മകൾ ജിജിയുടെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ അധിക്ഷേപിച്ചെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ എന്നിവ അപ്രത്യക്ഷമായി. ഏറ്റവും വിസ്മയകരമായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ കോർഡിനേറ്റർ ഉൾപ്പെടെ 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയും അപ്രത്യക്ഷമായെന്നുള്ളതാണ്. അതേസമയം ഡൽഹി ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല, വെറുപ്പിന്റെ വിത്ത് വിതയ്ക്കുന്ന പ്രസ്താവന നടത്തുകയും പെൺകുട്ടികളെ അധിക്ഷേപിക്കുകയും ചെയ്ത TG മോഹൻദാസിന്റെ പോസ്റ്റ് നീക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല എന്നു മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിനും മടികാട്ടി. വൻ വിവാദത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യം കിട്ടി പുറത്തു പോകുന്നതിനുള്ള സാഹചര്യവും VD സതീശൻ സർക്കാരിൽ നിന്ന് ഉണ്ടായി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നരേന്ദ്രമോദിയും VD സതീശനും തമ്മിൽ അകലമൊട്ടുമില്ലെന്നല്ല, രണ്ടും ഒന്നു തന്നെയെന്നാണ് കൂടുതൽ തെളിഞ്ഞു വരുന്നത്.